കോഴിക്കോട് മുടക്കല്ലൂരിൽ സ്വകാര്യ ഡെന്റൽ കോളേജിൽ റാഗിങ്ങിനിരയായ വിദ്യാർത്ഥി മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും നീതി ലഭിക്കാതെ കഴിയുന്നു. ശ്രീ ആഞ്ജനേയ മെഡിക്കൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥി അഭിനവിനാണ് സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിങ്ങിൽ ഗുരുതരമായി പരിക്കേറ്റത്. കേസിലെ പ്രതികളായ വിദ്യാർത്ഥികൾ കോളേജിൽ പഠനം തുടരുമ്പോൾ മാനസികമായി തകർന്ന വിദ്യാർത്ഥി പഠനം നിർത്തിയിരിക്കുകയാണ്. നവംബർ 5 വൈകിട്ടാണ് അഭിനവിനെ കോളേജിലെ 6 സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തത്. തലക്ക് കല്ലുകൊണ്ടുള്ള അടിയേറ്റ അഭിനവ് ദിവസങ്ങളോളം ചികിത്സയിലായിരുന്നു. ആദ്യം റാഗിംഗ് നടന്നുവെന്ന് സമ്മതിച്ച മാനേജ്മെന്റ് പിന്നീട് നിഷേധിച്ചു. ഇതേ തുടർന്ന് ആന്റി റാഗിംഗ് വകുപ്പുകൾ ഒഴിവാക്കി ദുർബല വകുപ്പ് ഉൾപ്പെടുത്തിയാണ് അത്തോളി പോലീസ് സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തത്. പ്രതികൾ ഒരു തടസ്സവുമില്ലാതെ കോളേജിൽ പഠനം തുടരുന്നു. ഇരയാക്കപ്പെട്ട അഭിനവിന് പഠനം നിർത്തേണ്ടി വന്നു. കോളേജിൽ ഇപ്പോഴും ജൂനിയർ വിദ്യാർത്ഥികൾ റാഗിംഗ് ഭീതിയിലാണ് കഴിയുന്നതെന്ന് അഭിനവ് പറഞ്ഞു. അല്ല, അവിടുത്തെ കുട്ടികളൊക്കെ പേടിച്ചിട്ടാണ് ഇത് പുറത്തേക്ക് പറയാത്തത്. ഈ രണ്ട് ദിവസം പോയാൽ തന്നെ എനിക്ക് പരിചയപ്പെട്ടവരിനുള്ളിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവിടെ ഇപ്പോഴും റാഗിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് തന്നെയാണ്. സംഭവത്തിൽ മാനേജ്മെന്റിനെതിരെ ലീഗൽ സർവീസ് സെല്ലിൽ പരാതി നൽകിയിരിക്കുകയാണ് അഭിനവിന്റെ പിതാവ് ഡോക്ടർ പ്രവീൺ. നീതി ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് ഡോക്ടർ പ്രവീൺ പറഞ്ഞു. ഞങ്ങളത് ഏറ്റവും ടോപ്പ് ലെവൽ വരെ ഇപ്പം UGC, ഹ്യൂമൻ റൈറ്റ്സ്, പിന്നെ മെഡിക്കൽ കൗൺസിൽ എല്ലാ ഇതിലും, പിന്നെ ഇവരെ കമ്മിറ്റി ഉണ്ട്, ഇപ്പോൾ എന്താണ് ജെയിംസ് കമ്മിറ്റി, അതിലൊക്കെ കേസ് നാളെ മറ്റന്നാൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കോളേജിൽ ആന്റി റാഗിംഗ് സെൽ രൂപീകരിക്കണമെന്ന ചട്ടം മുടക്കല്ലൂർ കോളേജ് പാലിച്ചിട്ടില്ലെന്നും ഡോക്ടർ പ്രവീൺ ലീഗൽ സെല്ലിന് നൽകിയ പരാതിയിൽ പറയുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.